ഇന്ന് എല്ലാ പത്രങ്ങളിലും കിഫ്ബിയുടെ 25 വർഷത്തിൻ്റെ ആഘോഷം നടക്കുകയാണ്. വലിയ വലിയ രീതിയിലാണ്. ആ സമയത്ത് തന്നെ സംസ്ഥാനത്തിൻ്റെ ധനപ്രതിസന്ധിയെക്കുറിച്ചും വലിയ ആശങ്കകളുണ്ട്. കിഫ്ബിയുടെ രൂപീകരണത്തെക്കുറിച്ച് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്. അത് നേരത്തെ 25 വർഷം മുമ്പ് രൂപീകരിച്ചതാണ്. അത് കെ.എം. എബ്രഹാം ധനകാര്യ വകുപ്പിൽ ഇരുന്നപ്പോൾ തുടങ്ങിയ ഒരു പരിപാടിയാണ്. അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ CEO ആയിട്ടൊക്കെ ഇരിക്കുന്നത്. പക്ഷേ കിഫ്ബിയിൽ പണം എടുക്കുന്നതിനെ സംബന്ധിച്ചും കിഫ്ബിയുടെ കടം ആർക്ക് കൊടുക്കേണ്ടി വരും, എവിടെയാണ് ഉൾപ്പെടുത്തുക, അത് ബഡ്ജറ്റിൽ വരുമോ, അത് നമ്മുടെ അതിൻ്റെ ബാധ്യതകൾ ഗവൺമെൻറ്റിന് വരുമോ എന്നുള്ളത് സംബന്ധിച്ച് CAG കൺട്രോളറിൻ്റെ ഓഡിറ്റർ ജനറൽ വലിയ ആശങ്ക പ്രകടിപ്പിക്കുകയും വലിയ വിവാദത്തിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അത് പറയാനല്ല ഞാനിത് പറഞ്ഞത്. അങ്ങനെ വിവാദം നിൽക്കുമ്പോൾ തന്നെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ കഴിയുന്നില്ല. കാരണം അത് 74,000 കോടി രൂപ ഇപ്പം തന്നെ വേണം. അത് വീണ്ടും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയാൽ 93,000 കോടി രൂപയിലേക്ക് പോകും. 93,000 കോടി രൂപയിലേക്ക് പോയാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ 74% ഇപ്പോൾ കൊടുക്കുന്നു. അത് 110% ആവും. അതിന് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ പറ്റണോ വേണ്ട എന്നുള്ള കൺഫ്യൂഷൻ നിൽക്കുമ്പോഴാണ് സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട 1957 മുതൽ 2056 എടുത്തോളൂ. 56 മുതൽ 56 അവസാനമാണല്ലോ. 56 മുതൽ 2017 വരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അല്ല 2015 വരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം സഞ്ചിത കടം, അതായത് ഇങ്ങനെ കൂടി വരുന്ന കടം, അതായത് ഒരു സഞ്ചിത കടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂടി വരുന്ന കടം എന്നാണ്. അത് കൂട്ടിച്ചേർക്കപ്പെട്ട കടം എന്ന് പറയുന്നത് ഏകദേശം 1,53,200 കോടി രൂപയായിരുന്നു നമുക്ക് കടമുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കടമുണ്ടായിരുന്ന സംസ്ഥാനത്ത് അത് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട്, എല്ലാ കടമ്പകളും കടന്നുകൊണ്ട്, എല്ലാ നിയന്ത്രണങ്ങളെയും വിട്ടുകൊണ്ട് 2025-26 ബഡ്ജറ്റിലേക്ക് കടക്കുമ്പോൾ 4,81,997 കോടി രൂപയിലേക്ക്, അതായത് 50 വർഷം കൊണ്ട്, അല്ലെങ്കിൽ 56 മുതൽ 2025 വരുന്ന 10, 70, 60, 70 വർഷം കൊണ്ട് നടക്കാത്ത എത്ര ഇരട്ടി, 4 ഇരട്ടി കടത്തിലേക്ക് ഈ കേരളത്തെ കൊണ്ടുപോയി. ശ്രീലങ്ക പോലുള്ള മറ്റ് രാജ്യങ്ങളിൽ സംഭവിച്ചതുപോലെ ഒരു ഘട്ടം കഴിയുമ്പോൾ നിത്യനിദാന ചെലവുകൾക്ക് സർക്കാരിൻ്റെ ലാ ആൻഡ് ഓർഡറിന്, സർക്കാരിൻ്റെ മറ്റ് സപ്ലൈകോ, ത്രിവേണി പോലുള്ള സംവിധാനങ്ങൾ, പൊതുവിതരണ സംവിധാനം, അതുപോലെ തന്നെ റേഷൻ സംവിധാനങ്ങൾ, പോലീസ്, പിന്നെ പട്ടാളം, ആംബുലൻസ്, ഫയർഫോഴ്സ്, ഇങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളും അടിസ്ഥാനപരമായ വികസന ആവശ്യങ്ങൾക്കും ജനങ്ങൾക്ക് കൊടുക്കാനുള്ള തുക പോലും ഇല്ലാതെ വന്നാൽ അതീവ ഗുരുതരമായ ദാരിദ്ര്യത്തിലേക്ക് പോകും എന്നുള്ളതാണ് വളരെ കർശനമായ തരത്തിൽ പിന്നെ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ ദേശീയ തലത്തിൽ ബാങ്കുകൾ നടത്തിയ പഠനത്തിൽ തന്നെ കേരളത്തിൽ 65 മുതൽ 70% കുടുംബങ്ങളും സ്വന്തമായി പട്ടിണിയിൽ വരുമാനം ആർജിക്കാൻ കഴിയാത്ത നിലയിലുള്ള കുടുംബ സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പരിഹരിക്കപ്പെടണമെങ്കിൽ അസാധാരണമായ ഇച്ഛാശക്തിയുള്ള സർക്കാരുകൾ വേണം, അല്ലെങ്കിൽ ഉള്ള സർക്കാരിന് വളരെ കൃത്യമായ ഒരു ഇച്ഛാശക്തി ആവശ്യമുണ്ട്. നമ്മുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ കേരളം ഉണ്ടായതിനു ശേഷം വിവിധങ്ങളായ കാരണങ്ങളാൽ, ഈ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ പലർക്കും വേദന വരും, നോവും പൊള്ളും. വിവിധ കാരണങ്ങളുണ്ട്. ട്രേഡ് യൂണിയൻ്റെ കാര്യങ്ങളുണ്ട്. ട്രേഡ് യൂണിയൻ നമ്മൾ കുറ്റം പറയുന്നതല്ല. അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി ബലം പിടിക്കുമ്പോൾ ഇപ്പുറത്തെ ചില പ്രശ്നങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ സർവീസ് സംഘടനകളുടെ പ്രശ്നങ്ങളുണ്ട്. ഒരു ഫാക്ടറി തുടങ്ങണമെങ്കിൽ, ഒരു വസ്തു തുടങ്ങണമെങ്കിൽ, ഒരു ചെറുകിട സംരംഭം തുടങ്ങണമെങ്കിൽ വില്ലേജ് ഓഫീസ് മുതൽ പഞ്ചായത്ത് ഓഫീസ് മുതൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകൾ സകല സ്ഥലത്തും കയറി ഇറങ്ങി ഒരിക്കലും ലൈസൻസ് കിട്ടാത്ത, അല്ലെങ്കിൽ അതിനാവശ്യമായ പേപ്പറുകൾ കിട്ടാത്തൊരു സാമൂഹിക സാഹചര്യം, അങ്ങനെയൊക്കെ വന്നു. ഉൽപ്പാദന മേഖലയിൽ നമ്മൾ വളരെ പിറകിൽ പോയി. അങ്ങനെ ഉൽപ്പാദന മേഖലയിൽ പിറകിൽ പോയപ്പോഴും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ സേവന മേഖലയിലേക്ക് നമ്മൾ കടന്നു കയറി. അങ്ങനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് പോയി. എല്ലാവർക്കും പെൻഷൻ കൊടുക്കണ്ട എന്നുള്ള അഭിപ്രായവും നമുക്കില്ല. പണം ഉണ്ടാക്കി പെൻഷൻ കൊടുക്കണം. പക്ഷേ ഇത് പണമില്ലാതെ തന്നെ പെൻഷൻ കൊടുക്കുന്നു. അത് വളരെ അഭിമാന പദ്ധതിയാക്കി പറയുന്നു. 21 മന്ത്രിമാരുള്ളത് ഈ കുഞ്ഞ് സംസ്ഥാനത്ത് 4-5 മന്ത്രിമാർ മാത്രം പോരെ? എന്തിനാണ് ഇത്രയും അധികാര വികേന്ദ്രീകരണം വന്ന സമയത്ത് ഇത്രയും മന്ത്രിമാർ? VJ തങ്കപ്പനെ വെച്ചുകൊണ്ട് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സാധ്യതകൾ ഉള്ളതുകൊണ്ട് സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ എങ്ങനെ വികേന്ദ്രീകരിക്കണം എന്നുള്ളതിൻ്റെ ചർച്ച നടത്തി. എവിടെ പോയി ആ ചർച്ച? പിന്നെ ഭരണപരിഷ്കാര കമ്മീഷനെ വെച്ചുകൊണ്ട് വി എസ് അച്യുതാനന്ദനെ വെച്ചുകൊണ്ട് ഒരു ഭരണപരിഷ്കാര കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എവിടെ? വീണ്ടും തസ്തികകൾ കൂടുന്നതല്ലാതെ, എവിടെ കേന്ദ്രീകരിച്ച് കൂടുന്നതല്ലാതെ താഴെ തലങ്ങളിലേക്ക് ആളെ കൊടുക്കുകയോ താഴെത്തലങ്ങളിൽ പരിപാടികൾ നടക്കുകയോ ചെയ്യുന്നില്ല. അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞ് കുറേ അധികം പണം നമ്മൾ മുടക്കി. എന്നാൽ അധികാരമൊന്നും വികേന്ദ്രീകരിക്കപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിലും വകുപ്പുകളിലും വലിയ അധികാരമാണ് ഇപ്പോഴും കുന്നുകൂടിയിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇത്രയധികം പിന്നെ എന്താണ് മന്ത്രിമാർ? ഒന്നാമത്തെ ചോദ്യം. പേഴ്സണൽ സ്റ്റാഫിനെ സംബന്ധിച്ചും വലിയ ചോദ്യമുണ്ട്. ഇത്രയധികം പേഴ്സണൽ സ്റ്റാഫിൻ്റെ ആവശ്യമുണ്ടോ? അവർക്ക് പെൻഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് 2 വർഷം ഇരുന്നാൽ പെൻഷൻ കൊടുക്കും. അതിനെ സംബന്ധിച്ച് സുപ്രീം കോടതി വരെ വലിയ കേസും വിവാദമൊക്കെ ആയി കിടക്കുന്നതാണ് ആ വിഷയം.
അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിനകത്ത് SO മുതൽ അണ്ടർ സെക്രട്ടറി മുതൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി വരെയുള്ള മുട്ടിന് തസ്തികകളുണ്ട്. ഒരു പണിയുമില്ലാതിരിക്കുന്ന ഒരുപാട് ഹയർ ഒഫീഷ്യൽസ് ഉണ്ട്. അവരെ എന്തുകൊണ്ട് വികേന്ദ്രീകൃത ആസൂത്രണവുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് അവരവരുടെ ജില്ലകളിലേക്ക് തന്നെ അയച്ചാൽ, അവരുടെ ജില്ലാ തലത്തിലേക്ക് അവർ അയച്ചു കഴിഞ്ഞാൽ അത് വലിയ മാറ്റം വരുത്താൻ പറ്റും. എന്തിനാണ് ഇത്രയും വലിയൊരു PSC? കാരണം എത്ര പേർക്കാണ് ജോലി കൊടുക്കാൻ പറ്റുന്നത്? അതായത് ഡിപ്പാർട്ട്മെൻറ്റുകൾ അവർ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് നടത്തി ചെയ്തോട്ടെ. ഇതിനെന്തിനാണ് ഇത്രയും വലിയൊരു PSC? UP-യിൽ ഇതിനേക്കാൾ 10 ഇരട്ടി വലിപ്പമുള്ള UP-യിൽ ഇത്രയും വലിയ PSC ഇല്ല. ഞാനൊരു കമ്പാരിസൺ പറഞ്ഞതാണ്, അല്ല UP പറഞ്ഞതല്ല. ഒരു വലിയ സംസ്ഥാനത്ത് പോലും ഇത്രയും വലിയ PSC ഇല്ല. PSC-യിലെ അംഗങ്ങൾക്ക് ശമ്പളം കൊടുത്തത് വലിയ വിവാദമായി, പേഴ്സണൽ സ്റ്റാഫിൻ്റെ വിവാദം, ഇങ്ങനെ അതുപോലെ തന്നെ ഞാനീ പറഞ്ഞ മോഹന സുന്ദര വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത് 2500 രൂപ കൊടുക്കുമെന്ന്, പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞത് കൂട്ടി കുറേശ്ശെ കൂട്ടി ഈ ആട്ടിന് കൊല്ലാൻ കൊണ്ടുപോകുന്ന ആട്ടിന് കുഴ കൊടുക്കും പോലെ, വെള്ളം കൊടുക്കും പോലെ ഇങ്ങനെ കുറേശ്ശെ കൊടുത്തുകൊണ്ട് ആളുകളെ എല്ലാം ഇങ്ങനെ മയക്കി കിടത്തുന്നതിനപ്പുറം ഉള്ളൊരു കൃത്യമായ സാമ്പത്തിക കാര്യങ്ങൾ കണ്ടെത്തുവാനുള്ള പുതിയ പ്രോജക്റ്റുകൾ എന്താണ് സർക്കാരെ എന്ന് എല്ലാ സർക്കാരുകളോടും ചോദിക്കേണ്ട കാലമായി. എന്താ നിങ്ങളുടെ പരിപാടി? എന്താ നിങ്ങളുടെ പുതിയ പ്രോജക്റ്റ്? കേരളത്തിൽ ആരെങ്കിലും രാവിലെ എഴുതിച്ച് ഫാക്ടറിയിൽ പോകുന്നു എന്ന് അഭിമാനമായി പറയുന്ന 10 പേരെ നമുക്ക് കാണാനുണ്ടോ? ടെക്നോ പാർക്കിൽ കുറച്ച് പേരുണ്ട്. അതൊഴിച്ചാൽ ഞങ്ങൾ ഫാക്ടറികളിലേക്ക് പോകുന്നു, ഞങ്ങൾ പാടത്ത് പോകുന്നു, ഞങ്ങൾ കൃഷിയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ആളുകളെ എടുക്കാനുണ്ടോ കേരളത്തിൽ എന്നുള്ളൊരു ചോദ്യമാണ്. 40 ലക്ഷം തൊഴിലില്ലാതെ നിൽക്കുന്നു. എന്തുകൊണ്ട് അവർക്ക് തൊഴിലുറപ്പാക്കിക്കൊണ്ട് ഒരു ഉൽപ്പാദന അധിഷ്ഠിത സമൂഹമായി നമ്മൾ മാറുന്നില്ല? വികേന്ദ്രീകരണ ആസൂത്രണത്തിൽ EMS-ന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ പറഞ്ഞ 3 കാര്യങ്ങളും പരാജയമാണ്. ഇത് നടന്നിട്ടില്ല. ഒന്ന്, ഉൽപ്പാദന ശക്തികളെ കെട്ടഴിച്ചു വിടണം. താഴെ തലത്തിൽ ഒന്നും കെട്ടഴിച്ചു വിട്ടില്ല എന്ന് മാത്രമല്ല, ആവശ്യത്തിലധികമായ ഇൻഫ്രാസ്ട്രക്ചർ വൈസും സേവന പരിപാടികളും തുടങ്ങിയിടും. അത് പലതും പരാജയമാണ്. തുടങ്ങുന്നതിന് ഒരു കുഴപ്പമില്ല, വലിയ തോതിൽ ഉദ്ഘാടനം നടത്തും, പിന്നെ അത് പരാജയപ്പെട്ടു പോകും. സ്കീമുകൾ നടപ്പിലാക്കി ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ കൊടുത്ത് ആളുകളെ മോഹവലയത്തിൽ നിർത്തി വോട്ട് ബാങ്ക് രാഷ്ട്രീയം നടത്തുന്നതിൽ നിന്ന് എല്ലാ പാർട്ടിയും പിന്നോട്ട് വരണം. നിങ്ങൾ 2500 പറഞ്ഞാൽ ഞങ്ങൾ 3000 പറയും, 3000 പറഞ്ഞാൽ 5000 പറയും എന്ന് പറയുന്നതിനപ്പുറം കൃത്യമായ ഉൽപ്പാദനാധിഷ്ഠിതമായൊരു സമൂഹമായി നമ്മൾ എന്ന് മാറും. സാമൂഹ്യ സേവനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത്രയും കോടി രൂപ 110-120% തുക ശതമാനത്തിലേക്ക് ശമ്പള വർധനവും കൂടി വരുമെന്നുള്ള പുതിയ കണക്കുകൾ വരുമ്പോൾ എങ്ങനെയാണ് ഒരു സംസ്ഥാനം നിലനിൽക്കുക? അതിദരിദ്രമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ ശ്രീലങ്ക പോലെ മറ്റ് കൂപ്പുകുത്തി ആഫ്രിക്കൻ രാജ്യങ്ങളെ പോലെ എന്നാണ് കേരളം കൂപ്പുകുത്തുക? അതിന് പകരം നമ്മൾ കടമെടുക്കുകയാണ് ചെയ്യുന്നത്. ധാരാളം കടമെടുക്കും, കിഫ്ബി വഴി കടമെടുക്കും, മറ്റ് വകുപ്പുകൾ വഴി കടമെടുക്കും, സർക്കാർ ലണ്ടൻ ബാങ്കിലൊക്കെ പോയി മണിയടിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇതെല്ലാം ചെയ്ത് പണം വാങ്ങി നമ്മൾ ഉൽപ്പാദന മേഖലയിലല്ല ഈ പണം മുടക്കുന്നത്. അവിടെയാണ് ഒരു പ്രശ്നം. പണം കൊണ്ടുവന്നോളൂ, പക്ഷെ പണം കൊണ്ടുവന്നാൽ അതെല്ലാം മുടക്കുന്നത് സേവന പശ്ചാത്തല മേഖലകളിലാണ്. പശ്ചാത്തല മേഖല ഒരു പരിധിവരെ ഉയർന്നാൽ ഉൽപ്പാദന മേഖല ഉയരുമെന്നുള്ളത് ഒരു ജനറൽ കൺസെപ്റ്റാണ്. പക്ഷേ കേരളത്തിൽ അത് നടക്കുന്നില്ല. കേരളത്തിൽ ഈ പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ പറയുമ്പോഴും അതിനനുസരിച്ചുള്ള ഉൽപ്പാദന ശക്തികളെ കെട്ടഴിച്ചു വിടുവാനും ഉൽപ്പാദന മേഖലകളൊന്നും നടക്കുന്നില്ല എന്നുള്ളൊരു വളരെ ഗൗരവതരമായ വിഷയമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കടം 50-60 വർഷം കൊണ്ട് നേടിയതിൻ്റെ 4 ഇരട്ടി കടത്തിലേക്ക് കേരളം എത്തി നിൽക്കുമ്പോൾ എവിടെയാണ് പദ്ധതി, എന്താ പരിപാടി, എന്താണ് പ്രോജക്റ്റ് എന്നുള്ളത് ഗൗരവതരമായ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരുകൾ ധവളപത്രം ഇറക്കണം. ആ സർക്കാരിന് ഇറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിവരാവകാശം വഴി വിവരങ്ങൾ എടുത്തുകൊണ്ട് പ്രതിപക്ഷമെങ്കിലും ധവളപത്രം ഇറക്കണം. എന്താണ് സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി, അതെങ്ങനെയാണ് പരിഹരിക്കുക, എന്താ പരിപാടിയെന്ന് ജനങ്ങൾക്കറിയാൻ അവകാശമുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി വരുന്നു. അതുകൊണ്ട് തന്നെ എന്താ നിങ്ങളുടെ പരിപാടി, എന്തൊക്കെയാണ് നിങ്ങൾ താഴേക്ക് കൊടുക്കുന്നത്, എങ്ങനെയാണ് കടമില്ലാത്ത അല്ലെങ്കിൽ കടം കുറച്ചു വരുന്ന ഒരു കേരളത്തെ നമുക്ക് സൃഷ്ടിക്കാനാവുക?